ബിഗ് ബോസ് മലയാളം സീസൺ 6 മറ്റുള്ള സീസണുകളെ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ആദ്യ ആഴ്ചയിൽ തന്നെ എവിക്ഷൻ കൊണ്ടുവന്ന ഒരു സീസൺ ആയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 6. അതുപോലെ തന്നെ രണ്ടാം ആഴ്ചയിലേക്ക് വന്ന സമയത്ത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഡബിൾ എവിക്ഷൻ ചെയ്ത് രണ്ടുപേരെ പുറത്താക്കി. ഈ ഒരു മൂന്നാം ആഴ്ചയിലേക്ക് കടക്കാനിരുന്ന സീസണിൽ നിന്നും അസീർ റോക്കി ജെനുവിൻ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ അസോൾട്ട് സിജോയെ ആക്രമിച്ചുകൊണ്ട് അസീർ റോക്കിയെയും ബിഗ് ബോസ് ഓൺ ദ സ്പോട്ടിൽ തന്നെ പുറത്താക്കിയായിരുന്നു. അടിപൊളി കണ്ടന്റ് ക്രിയേറ്റർ തന്നെയായിരുന്നു, പക്ഷേ ബിഗ് ബോസിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് തന്നെ അസീർ റോക്കിയും പുറത്തായി. ദെൻ നമ്മുടെ സിജോയും അതുപോലെ തന്നെ ആ ഒരു ഇടിയേറ്റത് കൊണ്ട് തന്നെ സിജോന്റെ താടിയിലേക്ക് വരുന്ന ജോയിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു സർജറി ആവശ്യമായി വന്നു. സിജോയും ഈ ഒരു സമയത്ത് ബിഗ് ബോസിൽ നിന്ന് മാറി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും സിജോ ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചു വരും, 100% ഉറപ്പ്. അതെന്താണെന്ന് കൂടി ഞാൻ ഒന്നുകൂടി പറയാം, അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇങ്ങനെയൊക്കെ ഗെയിം മുന്നോട്ട് പോകുന്ന സമയത്താണ് ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്കുള്ള വൈൽഡ് കാർഡ് എൻട്രികളുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു മാർച്ച് മാസം 31-ാം തീയതിക്ക് ശേഷം, അതായത് നമ്മുടെ ദുഃഖവെള്ളി ഈസ്റ്റർ ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും വൈൽഡ് കാർഡ് എൻട്രികൾ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നത്. ഏകദേശം 3 പേരെ ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്കുള്ള വൈൽഡ് കാർഡ് എൻട്രികളായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത്. അതിനകത്ത് ഒരാൾ നമ്മുടെ മാർക്കറ്റിംഗ് മല്ലു പ്രവീൺ ആണെന്നും കേൾക്കുന്നുണ്ട്, 100% ഉറപ്പല്ല. അപ്പോൾ 3 പേർ ഒറ്റയടിക്ക് ഷോയിലേക്ക് കയറുമെന്ന് ചോദിച്ചാൽ അറിയില്ല. സീസൺ 4 എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ റിയാസും വിനയൊക്കെ കയറിയത് ഒരുമിച്ചായിരുന്നു. പിന്നീട് മറ്റുള്ള സീസണുകളിൽ ഓരോ ആൾക്കാർ ഇങ്ങനെ ഇടവിട്ടാണ് കയറിയത്. ഈ ഒരു സീസണിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ല. കാരണം ആൾക്കാരുടെ ഷോർട്ടേജ് ബിഗ് ബോസ് മലയാളം സീസൺ 6 ഈ ഒരു സമയത്തുണ്ട്. കാരണം 4 ബെഡ്റൂമുകളാണ്, 4 ടീമുകളാണ്, 4 ടീമിലും ആൾക്കാരും വേണം, എന്നാലേ ഈ ഒരു ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. കാരണം ഈ ഒരു സീസൺ 6 എന്ന് പറയുന്നത് 3 ആഴ്ചയെ എത്തിയിട്ടുള്ളൂ, ഇനിയും ഒരുപാട് സഞ്ചരിക്കാനുണ്ട്. അപ്പോൾ നല്ല കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇവിടെ വേണമെന്നുള്ള കാര്യം ബിഗ് ബോസിന് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ ഒന്നിലധികം പേർ ഒരുമിച്ച് കയറിയാലും നമുക്ക് അത്ര വലിയ ഒരു സർപ്രൈസ് ആവാനായിട്ടുള്ള കാര്യമൊന്നുമില്ല. ചിലപ്പോൾ 3-4 പേര് കയറിയെന്നിരിക്കും. കാരണം ആൾക്കാർ വേണം ഈ ഒരു സമയത്ത് ബിഗ് ബോസിൽ, കാരണം 3 ആഴ്ചയല്ലേ ആയിട്ടുള്ളൂ. ദെൻ ഇനി നമുക്ക് പറയാനുള്ളത് സിജോനെ പറ്റിയാണ്. സിജോ നമ്മുടെ ഈസ്റ്റർ ദിനത്തിൽ ലാലേട്ടം വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ഞായറാഴ്ച മാർച്ച് 31-ാം തീയതി സിജോ ബിഗ് ബോസ് ഹൗസിലേക്ക് തിരികെ വരും. ഇപ്പൊ സിജോന്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ തീർന്ന് ഏകദേശം 3 ദിവസത്തെ റെസ്റ്റിലാണ് ഇപ്പൊ സിജോന് ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല. ഫുഡ് കഴിക്കാനും ചെറിയ ബുദ്ധിമുട്ടുണ്ട്, കാരണം ലിക്വിഡ് ഫുഡ് കഴിക്കാം, അല്ലാതെ മറ്റുള്ള ഫുഡുകൾ കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ ഒരാളെ ഈ ഒരു അവസ്ഥയിൽ ബിഗ് ബോസിലേക്ക് കയറ്റാൻ പറ്റില്ല. കാരണം ബിഗ് ബോസിൽ നിൽക്കുന്ന സമയത്ത് സംസാരിക്കേണ്ടി വരും, അവിടെ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ അല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കയറ്റാൻ പറ്റില്ല. ഒരു 3 ദിവസത്തെ ഒരു വിശ്രമ സമയം കഴിഞ്ഞിട്ട് സിജോനെ വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റും. ഈ ഒരു സമയത്ത് 24/7 സിജോന്റെ ഒപ്പം ബിഗ് ബോസിന്റെ ഒരു ക്രൂ മെമ്പർ ഉണ്ടാകും. അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സോ കൂട്ടുകാരൊക്കെ ഉണ്ടെന്ന് അറിയുന്നു. സിജു ഇപ്പൊ ബിഗ് ബോസിന്റെ ഹോട്ടലിൽ തന്നെയാണെന്നാണ് ഇപ്പൊ അറിയാൻ പറ്റുന്നത്. സിജോ ഓഗസ്റ്റ് മാസം 31-ാം തീയതി ദുഃഖവെള്ളി കഴിഞ്ഞിട്ടുള്ള ഈസ്റ്റർ ദിനത്തിൽ ലാലേട്ടൻ എത്തുന്ന ഞായറാഴ്ചയിലെ എപ്പിസോഡിൽ സിജോന്റെ ഒരു റീ എൻട്രി അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് തീർച്ചയായിട്ടും ഉണ്ടാകും. അത് 100% ഉറപ്പായ കാര്യമാണ്. അതിനുശേഷമായിരിക്കും വൈൽഡ് കാർഡുകൾ വരിക. ഞാൻ എൻ്റെ ഒരു പ്രഡിക്ഷൻ പറയാണ്. ഒരാൾ ചിലപ്പോൾ മാർക്കറ്റിംഗ് മല്ലു പ്രവീൺ ആയിരിക്കും. പ്രവീൺ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. വിദ്യാഭ്യാസം ആണ് പുള്ളിക്കാരൻ്റെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത്. നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റിനെയൊക്കെ പറ്റിയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വ്യക്തിയാണ്, നല്ല ടോക്കിംഗ് സെൻസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി സെർച്ച് ചെയ്തറിയാൻ പറ്റും, ദി മാർക്കറ്റിംഗ് മല്ലു പ്രവീൺ നോക്കിയാൽ മതി. അപ്പോൾ ഏകദേശം വൈൽഡ് കാർഡ് എൻട്രികളും തീരുമാനമായിരിക്കുകയാണ്. സിജോയും അങ്ങനെ തിരിച്ചു വരുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു 4 ആഴ്ച പിന്നിടുമ്പോൾ ഏകദേശം ബിഗ് ബോസിന്റെ ഗെയിം ആകെ തകിടം മറിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. വൈൽഡ് കാർഡ് വരുന്നു, സിജോ വരുന്നു, പിന്നീട് ഇപ്പോൾ നമ്മുടെ ജിൻഡോ നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ജിൻഡോ ഇവർക്കെതിരെയുള്ള ഗെയിം പ്ലാനുകൾ എന്തായാലും ഒന്ന് പ്രിപ്പയർ ചെയ്തിരിക്കും. കാരണം ഭയങ്കര ഒബ്സർവ് ചെയ്ത് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് ജിൻഡോ എന്ന് പറയുന്നത്. കാരണം ഓരോരുത്തരും എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് പുള്ളിക്ക് അറിയാം. ഇനി കുറച്ച് ടോക്കിംഗ് സ്കില്ലും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ട് നമ്മുടെ ജിൻഡോന് മാറാൻ കഴിയും. അപ്പോൾ ഗെയിമുകളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ, നല്ല കണ്ടന്റുകൾ കിട്ടട്ടെ. കാരണം 3 ആഴ്ച കഴിഞ്ഞപ്പോൾ 4-ാം ആഴ്ചയിലേക്ക് കടക്കുന്നേ ഉള്ളൂ. ഈ ഒരു സമയത്ത് തന്നെ ഇത്രയും ആളുകൾ ബിഗ് ബോസിൽ നിന്ന് വിടവാങ്ങിയത് വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ആളില്ലാതായി കഴിഞ്ഞാൽ കോണ്ടന്റുകൾ കുറയും, തീർച്ചയായിട്ടും കുറയും. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പുതുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാണെന്നുള്ള കാര്യം കമന്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.